ബിഗ് ബോസ് സീസൺ 7 നമ്മൾ കണ്ടതിൽ വെച്ച് കുറച്ച് പേരുടെ ഒരു എക്സ്പ്ലനേഷൻ തരാമെന്ന് വിചാരിക്കുന്നു. അതായത് കണ്ടസ്റ്റൻറ്റ് എനിക്ക് കണ്ട കുറച്ച് പേര് ഇപ്പം അവിടെ ഉള്ളവരിൽ കുറച്ച് പേരുടെ ഒരു എക്സ്പ്ലനേഷൻ തരണമെന്ന് തോന്നി. ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അനുമോൾ സ്കോർ ചെയ്യും. അനുമോള് നല്ല പോലെ അവൾക്ക് നല്ല നോമിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവൾ എവിക്ഷൻ വരത്തില്ല. അവൾക്ക് ഭയങ്കരമായിട്ടുള്ള വോട്ടിംഗ് റേറ്റ് കിട്ടും. സൂപ്പർ. അവൾ ലാസ്റ്റ് 50 വരെ നിൽക്കും. കരഞ്ഞതുകൊണ്ടല്ല, കരയുന്നത് ഇപ്പോഴത്തെ ഇപ്പം ലാസ്റ്റ് എപ്പിസോഡ് കാണുമ്പം സോ റിയൽ, ഒരു ഫേക്കും ഇല്ല. എനിക്ക് ഈ എപ്പിസോഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്തൊരു കള്ളത്തരം ഉള്ളതായിട്ട് ഫീൽ ചെയ്തില്ല. ഒരു കാര്യം കൂടെ ഉണ്ട്, ഇവരെല്ലാം അവിടെ ക്യാമറ ഉള്ള കാര്യം മറന്നുപോയിരിക്കുന്നു, ഒരാളൊഴികെ. ആ ഒരാളാണ്, ഒരേ ഒരാളാണ് വളരെ മോശമായി വൃത്തികെട്ട രീതിയിൽ അനുവിനെ പറഞ്ഞിട്ടും ലാസ്റ്റ് മിനിറ്റിൽ ട്വിസ്റ്റ് അടിച്ച്, അതായത് അയാൾക്ക് അറിയില്ല അയാൾക്ക് എന്ത് ചെയ്യണമെന്ന്. അമ്മാതിരി ഒരു കളി കളിക്കുന്നു. അവൻ നല്ല പ്ലെയറാണ്, മുൻപ് അങ്ങനെയായിരുന്നു, ഇപ്പോഴെങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവൻ ഒരുത്തനാണ് ഇതിനകത്ത് യഥാർത്ഥത്തിൽ കളിക്കുന്നത്. നിവിൻ അവനാണ് ശരിക്കും ക്യാമറ ഉണ്ടെന്നുള്ളൊരു അവയർനെസ് ഉള്ളത്. ബാക്കി ആർക്കും അതില്ല. എല്ലാവരും എല്ലാം മറന്നേക്കുന്നു. മാക്സിമം അപ്പുറത്ത് നിൽക്കുന്ന ആളെ അങ്ങോട്ട് ഇടിച്ച് താഴ്ത്തി മോശപ്പെടുത്തി നശിപ്പിക്കുക എന്ന ഫോമിലാണ് നിൽക്കുന്നത്. 2 ടീമായിട്ട് മാറി നിന്നുകൊണ്ട് അക്രമം നടക്കുന്നുണ്ട്. പസൽ ടീമിലേക്ക് ഈ അനുമോളെ ഇട്ടതം തുടങ്ങി ഭയങ്കര പ്രശ്നമാണ്. അനുമോൾ ഒരുപാട് ചേർന്ന് നടന്നതാണ് ശരത്തുമായിട്ട്. അപ്പോൾ ശരത്തിൻ്റെ ആ മാറ്റം അത് അനുമോൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അനുമോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആവുകയാണ് ഏറ്റവും നല്ല കാര്യം. ശരിക്കും പറഞ്ഞാൽ പേളി മാണിയെ ഓർമ്മ വന്നു. അനുമോളിനോട് എല്ലാം ചെയ്യുന്നത് കണ്ടപ്പോൾ ശരിക്കും പേളി മാണിക്ക് എന്ത് സംഭവിച്ചോ അതുപോലെ ഒരു പുതിയ സംഗതിയാണ് അവിടെ വരുന്നത്. ആൻഡ് ഇതിനകത്ത് ഒരു ലവ് സ്ട്രാറ്റജിയും വർക്കൗട്ട് ആവത്തില്ല. ആര്യനും അനുവുമായിട്ട് എന്തെങ്കിലും ആകുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ല, ഒരിക്കലും ഇല്ലെന്ന് തോന്നുന്നു. അനു അങ്ങനെ പോയി വീഴത്തില്ല. ആര്യൻ അതുപോലത്തെ ആ സ്ട്രാറ്റജിയൊക്കെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആര്യ കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് ജിസേലുമായിട്ടാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല പെണ്ണെ. ഒന്നാമത്തെ കാര്യം, അനുവിൻ്റെ കൂടെ ഉള്ള ഒരു കോൺഫ്ലിക്റ്റ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. വളരെ അധികം മോശപ്പെട്ട രീതിയിലാണ് അനുവിനെ അവൾ അഡ്രസ്സ് ചെയ്യുന്നത്. അനു തിരിച്ചു അങ്ങനെയായിരിക്കാം, നമുക്ക് കാണുന്നത് അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ മിക്കവാറും അതിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ അതിനകത്ത് കിടക്കുന്ന നിങ്ങൾക്ക് അറിയത്തില്ല, അതിനകത്ത് കിടക്കുന്ന മറ്റൊന്നാണ്, പുറത്തേക്ക് വരുന്ന മറ്റൊന്നാണ്. ഇതിനകത്തും അങ്ങനെ തന്നെ ആയിരിക്കും. അനുമോൾ വിഷയത്തിൽ അനുമോൾ ഇവരെയൊക്കെ ട്രിഗർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അനുമോളിനെ അവർ പർപ്പസ്ലി പിന്തുടർന്ന് കൊടുക്കുന്നത്. വേസ്റ്റ് പെണ്ണായതെന്ന് വെച്ചാൽ രണ ഫാത്തിമ. മഹാബോറ്, വൃത്തികെട്ട സ്വഭാവം, പിറകെ നടന്ന് ആക്രമിക്കുന്ന അമ്മായി ടോക്ക് എന്നൊക്കെ പറഞ്ഞ് വളരെ വൾഗറായിട്ട്, അതായത് ആ ഒരു ന്യൂജൻ എന്ന ഒരു സംഗതിയും കൊണ്ട് അവൾ എല്ലാവരെയും അങ്ങ് ഇൻസൾട്ട് ചെയ്ത് ഇകഴ്ത്തി സംസാരിക്കുന്ന ഒരു വൃത്തികെട്ട പെണ്ണായിട്ടാണ് എനിക്ക് രണ ഫാത്തിമയെ മനസ്സിലായിട്ടുള്ളത്. ഒട്ടും കൊള്ളത്തില്ല കേട്ടോ. ഒരു കൂട്ടത്തിൽ കൂട്ടാൻ പറ്റിയ പെണ്ണേ അല്ല, വെറും പക്ക അഹങ്കാരി. ഞാൻ മുൻപ് ഈ അച്ഛനെ ഇടാന്ന് വിളിക്കുന്നതിൽ ഞാൻ അതിനെ അനുകൂലിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ല, ആ ഏജ് ആയിരിക്കുന്നു. പക്ഷെ ഇത് അതിന് മേലെ തന്നടക്കമില്ലായ്മ, ഒരു ഭയങ്കര അഹങ്കാരിയായിട്ടുള്ളൊരു സ്ത്രീയാണ്. അതൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് കുട്ടിയെന്നൊന്നുമല്ല, സ്ത്രീ എന്ന് തന്നെ പറയണം. അമ്മാതിരി അഹങ്കാരം അതിൻ്റെ തലയ്ക്കകത്ത് കയറിയിട്ടുണ്ട്. അത്രയ്ക്ക് അത് അവിടെ കിടന്ന് പെർഫോം ചെയ്യുന്നുണ്ട്. അനുവിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അനുവിന് പുറത്ത് PR ഉണ്ട് എന്ന് തെറ്റിദ്ധരി. PR ഇല്ല അനുവിന്. എനിക്ക് ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ബേബി ഞാൻ അവളുടെ PR ആകാൻ ചാൻസ് ഉണ്ട്. അമ്മാതിരി എനിക്ക് അനുവിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ സോ റിയലായിരുന്നു. അവൾ അവരെ കൂടെ കഴിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ആപ്പിൾ കഴിക്കുന്നു. വിശപ്പ് വേണം, വയറ്റിന് കൊടുക്കാനുള്ളത് കൊടുക്കണം, പക്ഷേ വാശിയും ഇട്ട് കൊടുക്കരുത്. എടോ പോടോ എന്ന് വിളിച്ചതിൻ്റെ പെണ്ണുമ്പിളെ വിളിയെന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ വൃത്തികെട്ടവന്മാർ ഇത് പറയുമ്പോൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്നെ കൊടുക്കണം. ഉടനെ അങ്ങ് നൊന്തു. അപ്പം അനിശരത്ത് പിന്നെ ആ സെൻസിറ്റീവ് പൊസിഷനും കൊണ്ട് അങ്ങോട്ട് വരികയാണ്. നീ എൻ്റെ വീട്ടിൽ വരെ പറഞ്ഞു, എൻ്റെ വീട്ടിൽ പാവം വരിക. എന്താണ് ഈ അനുപാവമല്ലേ? അനുവിൻ്റെ വീട്ടുകാർക്ക് അനുപാവമാണല്ലോ. എന്താ നിന്റെ ഭാര്യയ്ക്ക് മാത്രം എന്താ ഒരു പ്രത്യേകത ഇരിക്കുന്നത്? അവനുണ്ടല്ലോ, അവനാണ് ഏറ്റവും വലിയ കീചകൻ എന്ന് ഞാൻ പറയും. ഈ പറയുന്ന ഇന്നത്തെ ഫൈറ്റ് നിങ്ങൾ കാണേണ്ടതാണ്. കാണേണ്ടവർ കാണുക കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് മിസ്സാക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല രസമുണ്ട്. നല്ല രസം മീൻസ് ആ ഫൈറ്റിലുള്ള ഒരു ന്യായ അന്യായങ്ങൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. പിന്നെ ഈ കൊടുത്തിരിക്കുന്ന ടാസ്ക്, അതിനെപ്പറ്റി ഒന്നും പറയാനില്ല കേട്ടോ. ചാൻസ് ഇല്ല. ബിഗ് ബോസ് കിട്ടും. വരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. നമ്മളൊക്കെ കുറേ പേരൊക്കെ ഇത് വിട്ടിട്ട് മാറി നിന്നവർക്കൊക്കെ വീണ്ടും വരാൻ പറ്റിയ ചാൻസാണ്. സൂപ്പറായിട്ട് പോകുന്ന നല്ല എൻ്റർടൈൻമെൻറ്റാണ്, കണ്ടിരിക്കാൻ പറ്റും. അത് ലൈവായിരുന്നാലും മിസ് ചെയ്യേണ്ട, ഈ എപ്പിസോഡ് മിസ് ചെയ്യേണ്ട. സൂപ്പർ ഡൂപ്പർ. പഴയതുപോലെയല്ല. ആദ്യത്തെ ആ ഒരു പോഷൻ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒന്ന് ഫീൽഡിലേക്ക് എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും ആക്ടിങ് മറന്നു. എല്ലാവരും റിയാലിറ്റിയുമായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. ഭക്ഷണമില്ല, പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നത് എങ്ങനെ, റിയാലിറ്റിയും റീലും ഒക്കെ മാറി ആകെ മൊത്തത്തിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഇതായിട്ട് മാറിയിട്ടുണ്ട് ബിഗ് ബോസ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അനുമോള് വിന്നറാകാൻ ഏറ്റവും ചാൻസ് ഉള്ള ഒരു സംഗതിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ജിസേൽ വിചാരിക്കുന്ന
ജിസേൽ നല്ല പ്ലേ ആണ്, കുത്തിത്തിരിപ്പിൻ്റെ ആശാട്ടിയാണ്. എവിടെയെങ്കിലും അനുമോളിനൊരു സ്പേസ് കിട്ടുകയോ അനുമോളിനൊരു അറ്റൻഷൻ സീക്കിങ് കിട്ടുകയോ ചെയ്യുമ്പോൾ ജിസേൽ അവിടെ വന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുന്നൊരു രീതി അത് കാണുമ്പോഴറിയാം. നമ്മൾ വിചാരിക്കും ജിസേലും ഈ അനുമോളും ഒരു സമയത്ത് വിചാരിക്കുന്നുണ്ട് ജിസേൽ എനിക്ക് വേണ്ടി പറയണമെന്ന്. അല്ല, ഇവൾക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. അക്ബർ എന്ന് പറയുന്ന വൃത്തികെട്ട ചെറുക്കൻ പിറകെ നടന്ന് ശല്യം ചെയ്യുന്നത് കാണുമ്പോൾ ഫീലിംഗ് വെരി പുച്ഛം. ഒന്നാമത്തെ കാര്യം, ഈ ചെറുക്കനെ ഉമ്മ വിളിച്ച് ഇപ്പോൾ ഉപദേശതേ ഉള്ളൂ പെൺകുട്ടികളോട് മര്യാദയ്ക്ക് വരും. പട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോളിൻ്റെ പിറകെ നടക്കുന്നത് അവന് അവിടെ ഉള്ള പൊസിഷനും കൂടെ പോകും. അടുത്ത എവിക്ഷനിൽ അക്ബർ പുറത്തു പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഒരു കൾച്ചറില്ല, ഒരു മര്യാദയില്ലാത്ത ഒരു ചെറുക്കനാണ് അത്. ഒരു രീതിയിൽ അവൻ മുമ്പ് ഒരെണ്ണത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരുപാട് സിമ്പതിയൊക്കെ കിട്ടിയ ഒരു വ്യക്തിയാണ്. പക്ഷേ ഒരു അല്പം പോലും ഇല്ലാത്ത വെറും ഒരു കുത്തിക്കഴപ്പ് പിടിച്ച ചെറുക്കനാണെന്നാണ് ഇനി എനിക്ക് പറയാൻ വാക്കുകളില്ല. അതിനകത്ത് അവൻ പറയുന്ന മോശം വർത്താനം പെൺകുട്ടികൾക്ക് നേരെ പറയുന്ന കേട്ടാൽ ഇടിച്ചു പറ്റിച്ചു കൊടുക്കാൻ തോന്നും. സത്യത്തിൽ റോക്കി ബായ് അതിനകത്തുണ്ടെങ്കിൽ അക്ബർ ഇടി വാങ്ങിച്ചിട്ടുണ്ടാവും. അമ്മാതിരിയാണ് വാഴത്തങ്ങൾ പട്ടി ഷോ കാണിക്കുന്നത്. എന്ത് ചെറുക്കനാണെന്തോ ആ തള്ളക്കാണ് നല്ല രണ്ട് കൊടുക്കണം. കാരണം അവരുടെ വളർത്തുദോഷമാണ്. അവൻ ഇത്രയും കിടന്ന് പെർഫോം ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ആട്ടി വളരെ അറഗൻ്റായിട്ടിരുന്നുണ്ട് പറയുന്നത് കേട്ട നല്ല പെട കൊടുക്കാൻ തോന്നുന്നു. രണ ഫാത്തിമയും അവനും ഒരു കൂട്ടി കെട്ടാം, രണ്ടിനും കൂടെ ഒരു കൂട്ടിയിട്ടാൽ നന്നായിട്ടിരുന്ന് കുരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് നല്ല പട്ടികളാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി അനുമോളിന് വേണ്ടിയിട്ട്. അത്രയ്ക്ക് മോശമായിട്ടാണ് ആ കൊച്ചിനെ അതിനകത്തിട്ട് ബുള്ളിങ് ചെയ്യുന്നത്. ശൈത്യ ഒരു വക്കീലാണ്, ബട്ട് സംടൈംസ് ഷീ ഈസ് ലൂസിങ് ഹർ. ഇത് വല്ലാത്തൊരു അവസ്ഥ, ഒരു വല്ലാത്തൊരു രീതിയിലാണ് ആ പെണ്ണുള്ളത്. സപ്പോർട്ടീവായിട്ടുള്ളത് അനുവിൻ്റെ ഒപ്പമാണ്. അത് കിടുക്കാ ചെയ്യട്ടെ, ഒന്നും പറയാനില്ല. പക്ഷേ അനുവിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ മറ്റുള്ളവർ ബുള്ളി ചെയ്യപ്പെടുമെന്നുള്ള ഒരു തോന്നൽ അവൾ പയ്യെ പിൻവലിഞ്ഞ് നിൽക്കുക. അഡ്വക്കേറ്റ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ കുട്ടിയാണോ മറ്റേ ബെന്നിയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇത് രണ്ടിൽ ഒരാളാണ് വക്കീൽ. ഈ ഒരിക്കൽ ഇരുന്ന് കരയുന്ന കണ്ടപ്പോഴത്തേക്ക് വന്നിട്ട് നീ ഒരു വക്കീലല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. അത് ഈ ശൈത്യാണ് എങ്കിൽ സത്യത്തിൽ അവരുടെ കരിയറിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ബിഗ് ബോസിൽ പോയി നിന്നുകൊണ്ട് അവർ കാണിക്കുന്ന ഒരു കരിയർ നഷ്ടപ്പെട്ടു. ഇത്ര ഇതായിട്ടുള്ള ഒരു മനുഷ്യരുടെ അടുത്ത് ഒരാളും ഇതുകൊണ്ട് കൊടുക്കത്തില്ല. കാരണം സെൻസിറ്റീവായ ഒരാൾ വാദിക്കാനൊന്നും പറ്റത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീലിംഗ്. എനിക്ക് മനസ്സിലാവും. കുറച്ച് കടുകട്ടി മനസ്സൊക്കെ വേണം വക്കീലന്മാർക്ക് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ശൈത്യ അതല്ലെങ്കിൽ സോറി, അതെൻ്റെ മിസ്റ്റേക്കാണ്. ഒരാളുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, ഡോക്ടർ. അവർ ഡോക്ടറാണ്. അത് ഞാൻ കാണാറേ ഇല്ല. അത് എങ്ങും സ്പേസിൽ എവിടെ ആരും മൂലയിലൊക്കെ ചിരിപ്പൂലൊക്കെ കാണുന്ന, അല്ലാതെ വലിയ ഇതൊന്നും അതിനകത്ത് കൊടുക്കുന്നില്ല. അതും പുറത്താകാൻ ചാൻസ് ഉള്ള ഒരാളാണെന്ന് തോന്നുന്നു. ഷാനവാസും അഭിലാഷ് സൂപ്പർ. ആദ്യം അവർക്ക് അനുവിനോട് ദേഷ്യമുണ്ട്, അനുവിനോട് ഒരു ഇറിറ്റേഷൻ ഉണ്ട്. പക്ഷേ എല്ലാവരും കൂടെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് സ്റ്റെപ്പ് മാറിയത് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല തീരുമാനമാണ്. ഷാനവാസും പക്കബലമായിട്ടിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നു, അതും ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് മിനിറ്റിൽ നിവിൻ്റെ കൂടെ അവൾ കോംപ്രമൈസ് ചെയ്ത ഫുഡ് എടുക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയുണ്ട്, അത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇണക്കങ്ങൾ അതവിടെ സ്വാഭാവികമായി നടക്കേണ്ട ഒരു കാര്യമാണ്. ഭയങ്കര വാശി വൈരാഗ്യത്തോടെ ഇരിക്കാൻ പാടില്ല. ലാസ്റ്റ് മിനിറ്റിൽ ആദില നൂറയാണ് അത് കംഫർട്ടാക്കി കൊടുത്തത്. പക്ഷെ ആദില ഇടയ്ക്ക് പണി കൊടുക്കുന്നുണ്ട്, ആദിലയ്ക്ക് ഇടയ്ക്ക് കുത്തിക്കിഴപ്പുണ്ട്. എന്നിരുന്നാൽ പോലും നൂറയായിരിക്കാം ചിലപ്പോൾ അവരെ തമ്മിൽ കോംപ്രമൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഫുഡ് കൊടുപ്പിക്കുന്നതും അവളെ കുറച്ചുകൂടെ ഒന്ന് കൺവിൻസിങ് ആക്കുന്നതും ഒക്കെ അവരാണെന്ന് തോന്നണം. അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫുഡ് ഷെയർ ചെയ്തതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ജിസേൽ പിന്നെ നിവിനെ ആക്രമിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് ഇഷ്ടമുള്ളത് എടുക്കാമെന്നൊരു ടാസ്ക് ആയിരുന്നു. ഇഷ്ടമുള്ള 3 റൗണ്ട് ഉണ്ടാവും. 3 റൗണ്ടിൽ അവർക്ക് ആവശ്യമുള്ള ഫുഡ് അവിടെ നിന്ന് എടുക്കാം. 20,000 പോയിന്റ്സിനുള്ള ഫുഡ് അവർ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. കുഴിമന്തി, പിന്നെ ചോക്ലേറ്റ്, ഇത് ഒരുപാട് സാധനങ്ങൾ അവർ കൊടുക്കുന്നു. ഒരു പക്ഷേ ശാരിക പുറത്ത് വന്നിട്ട് 2 ശാരികമാർ പുറത്ത് വന്നിട്ട് പറഞ്ഞൊരു കംപ്ലയിൻ്റ് ആണ്, പരിപ്പും വെറും പയറും മാത്രമാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ബിഗ് ബോസ് ഇങ്ങനെ ഒരു കാര്യം അങ്ങോട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. ആ ഒരു പേര് മാറാനായിരിക്കാം. ശരിക്കും ഫുഡ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഷെയർ ചെയ്യാനുള്ള അധികാരം 2 പേരിലാണ്. അവർ 2 പേര് സ്വേച്ഛാധിപതികളാണ്. ആ ഒരു ടാസ്കും ഏകദേശം അനുവിനുള്ള അടിയാണ്. കാരണം അനുവിനായിരുന്നു അത് കിട്ടിയെങ്കിൽ പൊളിച്ചേനായിരുന്നു. അനുവിന് കൊടുക്കാതെ അനുവിനെ ഇരയാക്കിക്കൊണ്ട് ചെയ്തപ്പോൾ ആദ്യം ഒരു വിഷമം തോന്നിയെങ്കിലും പക്ഷെ പൊതുജനങ്ങൾക്ക് അനുവിനോടൊരു ഫേവർ തോന്നാൻ അത് ഉപകരിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ ഈ ആഴ്ച അനു കൊണ്ടുപോകും. അനു സൂപ്പറായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അനുവിനൊരു കൺഫ്യൂഷൻ ഉണ്ട്, എന്നെ നോമിനേറ്റ് ചെയ്യുമോ അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ അനു ഐ ഡോണ്ട് നോ, ഇത് സിബിൻ അതിനകത്തുണ്ടായിരുന്ന സമയത്തും സിബിൻ അറിയത്തില്ലായിരുന്നു സിബിന് പുറത്തുള്ള വാല്യൂ എന്താന്ന്. അതുപോലെയാണ് അനു നിൽക്കുന്നത്. അനു എവിടെയോ എത്തി നിൽക്കുകയാണ്. എല്ലാവരാലും തൂക്കി മേളിൽ എത്തിച്ച് നിർത്തിയിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കമൻസും അങ്ങനെയാണ്, ലൈവ് കമൻസും അങ്ങനെയാണ്. അനുവിനെ എല്ലാവരും കൂടി ഇട്ട് ഉപദ്രവിക്കുന്നത് കാണാൻ പറ്റാത്ത കണക്കുള്ള വിഷമങ്ങളാണ് കമൻസിലും വരുന്നത്. ആകെ മൊത്തം അനു സ്കോർ ചെയ്യാനാണ് ചാൻസ്.
പിന്നെ ഇതിൽ പിന്നെ ജിസൽ പറഞ്ഞത്, ജിസൽ ഇടയ്ക്ക് വെച്ചിട്ട് അനു ഒരു ഭാഗത്ത് പോയിരുന്ന് കരയുന്നുണ്ട്. അനുവിൻ്റെ കരച്ചിൽ സോറിയലാണ്. അവളെ കൺവെൻഷൻ റൂമിൽ വിളിക്കുമ്പോൾ അത് കരയണണ്ട, ഹൃദയം തകർന്നു പോകുന്ന കരച്ചിൽ. അതിനെയാണ് പറയുന്നത് അത് നാടകക്കാരിയാണ്. അല്ല, സോറിയലാണ്. അവൾ അല്ലാണ്ട് സ്ട്രെസ്ഡാണ്, ശരിക്ക് കരയുന്നുണ്ട്. അപ്പോഴ് ബിഗ് ബോസ് എടുത്ത തീരുമാനം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവിടെ ഇരിക്കും, കുറേ കരയി റിലാക്സ് ആയിട്ട് പുറത്തു പോയത്, അതൊരു സൂപ്പർ ഡിസിഷനാണ്. നമ്മൾ ഒരിടത്ത് പെട്ടുപോയാൽ നമുക്ക് അവരുടെ മുഖം നോക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. പക്ഷെ നമുക്ക് വല്ലാണ്ട് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്ന ഒരു അവസ്ഥയിൽ ഏറ്റവും നല്ല സൊല്യൂഷൻ റൂം അടച്ച് ഒപ്പാരി വെച്ചങ്ങ് കരയുക എന്നുള്ളതാണ്. അതങ്ങ് ബേസ്റ്റ് ഔട്ടായി പോകും, നമുക്ക് അതങ്ങ് തീർന്ന് കിട്ടും. അത് നല്ല ഒരു മെഡിസിൻ ആയിരുന്നു. അത് അനുവിന് വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുറത്തേക്ക് വന്നിട്ട് ശൈത്യമായിട്ടിരിക്കുന്ന സമയത്താണ് അക്ബറും റെണ ഫാത്തിമയും കൂടെ ചേർന്ന് അവളെ ആക്രമിക്കുന്നത്. ഭയങ്കരമായിട്ട് ബുള്ളിയും ചെയ്യുന്നുണ്ട്. അവർക്കത് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അവർ ആ പൊസിഷനിൽ വന്നാലേ ഈ ബുള്ളിയും കൊണ്ടുള്ള വിഷമം എന്തെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. രണ്ടെണ്ണം ശരിക്കും അവളെ ആക്രമിക്കുന്നുണ്ട്. ആ സമയത്ത് അത് ഓവർകം ചെയ്യാൻ അവൾ കാണിച്ചൊരു സൊല്യൂഷൻ ഉണ്ട്. അത് സൂപ്പറായിരുന്നു. മറ്റുള്ളവരുടെ നീ എൻ്റെ അടുത്ത് സംസാരിക്കുക, ചിരിക്കി, കാര്യം പറയും എന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ അടിക്കുന്ന അത് സൂപ്പറായിരുന്നു. അപ്പോൾ പക്ഷേ എന്താണെന്നറിയാമോ, ഈ പറയുന്നതിൻ്റെ കൂടെ ഈ അമ്മായി ടോക്ക് എന്ന് രണ പറയുന്നില്ലേ, അവിടെ വെച്ചാണ് എനിക്ക് മനസ്സിലായത് അനു അതിനകത്ത് എല്ലാവരും ട്രിഗർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അനുവിന് അത് കിട്ടുന്നത്, ബുള്ളിയും കിട്ടുന്നത്. പോടോ എന്ന് ശരത്തിനോട് പറയുമ്പോൾ പോടി എന്ന് അവൻ തിരിച്ചു പറയുമ്പോൾ പോടി എന്ന് എന്നെ വിളിച്ചാൽ നിന്റെ പണ്ണുമ്പളെ പോയി വിളി എന്ന് പറയുന്നിടത്ത് ശരത്ത് കാണിക്കുന്ന പട്ടിഷോ ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിനുശേഷം രണയെ വിളിച്ച് നിർത്തി ബ്രെയിൻ വാഷ് ചെയ്തു കൊടുക്കുന്നതുണ്ട്. അത് ഒണിൽ കാണുന്നുണ്ട്, ബാക്കി ആര്യൻ കാണുന്നുണ്ട്, അങ്ങനെ എല്ലാവരും കാണുന്നുണ്ട്. ആകെ മൊത്തം അവിടെ വല്ലാത്തൊരു സിറ്റുവേഷനാണ്. ജിസലിന് മുഴുത്ത അസൂയാണ് അനുവിനോട്. അനുവിനെ പേടിയുമാണ്. അനുവിനെ അവിടുന്ന് പുറത്താക്കാൻ ജിസൽ നല്ല കളിക്കുന്നുണ്ട്. ജിസലിൻ്റെ ഒപ്പം ആര്യൻ അറിയാതെ പോയി ചേർന്ന് നിൽക്കുന്നുണ്ട്. ജിസൽ പറഞ്ഞാൽ കേൾക്കുന്ന രണ്ടുപേരായി അവിടെ നിൽക്കുന്നത് നെവിനും ആര്യനുമാണ്. അവരെ സ്ക്രൂ വെച്ച് അവളിലേക്ക് അടുപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ആക്ച്വലി യഥാർത്ഥത്തിൽ അവിടുന്ന് പുറത്തു പോകേണ്ട ആൾ ജിസലാണ്. പക്ഷേ ഇപ്പോൾ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്ലേ നഷ്ടപ്പെടും. അവിടെ ഉണ്ടാവണം ജിസൽ അവിടെ ഉണ്ടാകണം, അനു അവിടെ ഉണ്ടാവണം. ഇവർ തമ്മിലുള്ള ഗുസ്തി കാണാനായിരിക്കും ഏറ്റവും രസമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കണ്ട കാര്യമാണ്. ഞാൻ ഇത് ഓരോരുത്തരെയും എടുത്ത് വെച്ചിട്ട് തനിയെ ഒരേ വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴെനിക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് ഓരോരുത്തരുടെയും ക്യാരക്ടർ പറയാൻ പറ്റും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തണം. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്